എഗ്ഗ് പൊടിമാസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം ടിപ്സ് വിത്ത് അനു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എഗ്ഗ് പൊടിമാസാണ് കേട്ടോ. അപ്പോൾ എഗ്ഗ് പൊടിമാസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. സിമ്പിളാണ്, 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ദോശയുടെ മുകളിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല മുട്ടദോശ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. മുട്ട കഴിക്കാത്തവർക്ക് പോലും നന്നായി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യൂസ് അധികം കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നാൽ മാത്രമാണ് നമ്മുടെ വ്യൂസ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചാനൽ ഗ്രോ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഗ്ഗ് പൊടിമാസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു സവോള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പിടി കറിവേപ്പില, 2 പച്ചമുളക്, കടുക്, ജീരകം എന്നിവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് മാത്രം ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ചില്ലി പൗഡർ, ഇതൊക്കെ ഒരു ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ 4 മുട്ടയും, കാരണം കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മസാലകൾ വളരെ കുറവ് എടുത്തിട്ടുള്ളൂ, എരിവുള്ളത്. കാരണം 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എരിവിനായിട്ട് ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ കുറേശ്ശെ പേരിന് മാത്രം ഒരു 1/4 ടീസ്പൂൺ വീതം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ചട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുകും ജീരകവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അത് പൊട്ടിത്തെറിച്ചതും അതിലേക്ക് നമ്മുടെ സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആ സമയം സവോള വഴറ്റി വന്ന സമയത്ത് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലൊന്ന് ഗ്രോ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, ക്രാഫ്റ്റ്, എനിക്കറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു തക്കാളി മുറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ടി വന്നതും 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ അളവ് എങ്ങനെയാണ് വേണ്ടത് പക്ഷേ നമുക്ക് അതനുസരിച്ച് വേണം നിർത്താൻ. പക്ഷേ ചിലവർക്ക് നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോഴാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കെല്ലാം പാകമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വേവ്, അതായത് സോഫ്റ്റായിട്ട് വേണം, കുറച്ചും കൂടി ഡ്രൈ ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുക. അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയിലൊക്കെ ഇട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. സൈഡായിട്ട് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് പൊടിമാസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവണം, അതുകൊണ്ട് ഞാനത് ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അങ്ങനെ നമ്മുടെ എഗ്ഗ് പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് മുട്ടച്ചോറുണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ വേവിച്ച ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മുട്ടച്ചോറായി. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശ കൂടെ കഴിക്കാം. താങ്ക് യു.